ഞാനൊരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ അംഗമാണ്. എൻ്റെ അച്ഛനും അപ്പൂപ്പന്മാരും എൻ്റെ കുടുംബം മുഴുവനും ഒരു മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് ജനിച്ചു വളർന്ന ആ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ 1995 ആദ്യമായിട്ട് ഇലക്ഷന് നിൽക്കുന്നത്. അന്ന് LDF വളരെ മുൻതൂക്കമുള്ള ഒരു വാർഡിൽ നിന്നാണ് എന്നെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളും മത്സ്യത്തൊഴിലാളികളായ സഹോദരങ്ങളും എന്നെ ജയിപ്പിച്ചു വിട്ടത്. ആലപ്പുഴ നഗരസഭയിലെ 1995 ശേഷം 2000 നടന്ന തിരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ ഒരു വർഷക്കാലം ആലപ്പുഴ നഗരസഭ ചെയർപേഴ്സണായി. അതിനുശേഷം ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി. ഈ കാലയളവിലൊക്കെ ഈ വാർഡിൽ നടത്താൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന പരമാവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ എൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവയ്ക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഇവിടുത്തെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ ഇവിടുന്ന് നഗരസഭയിലേക്ക് ജയിപ്പിച്ചു വിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ എൻ്റെ പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുവാനും എല്ലാ ജനവിഭാഗങ്ങളെയും ഒന്നിച്ചു കാണുവാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും അവരോടൊപ്പം നിന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവർക്ക് എന്ത് ആവശ്യം വന്നാലും ഏത് സമയത്ത് എൻ്റെ വീട്ടിൽ കടന്നു വരാവുന്ന ഒരവസ്ഥയാണ്. ഇനിയും അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇവിടെ കൗൺസിലറായിട്ട് വന്നിട്ട് ഒരുപാട് വികസന പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. ഇനിയും മോള് തന്നെ വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. 29 വർഷത്തിന് ശേഷം വന്ന് മോളിയൊക്കെ ഇപ്പോൾ ഈ പ്രദേശത്ത് കൗൺസിലറായിട്ട് വന്നതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ ഒരുപടിയാണ്. അത് ഇനിയും തുടർന്ന് തന്നെ പൂരണം, മോളിയൊക്കെ തന്നെ ജയിക്കണം എന്നുള്ള ആഗ്രഹം നാട്ടുകാർക്ക്, ജനങ്ങൾക്ക് ജാതിമത ഭേദമില്ലാതെ തന്നെ ഒരുപാട് പേരെ പുള്ളി സഹായിച്ചിട്ടുണ്ട്. എന്ത് കിട്ടിയാലും മുനിസിപ്പാലിറ്റിന് എന്ത് കിട്ടിയാലും ഏറ്റവും കൂടുതൽ പങ്ക് കൊടുത്തുകൊണ്ടിരുന്ന ബീച്ച് പറഞ്ഞായിരുന്നു. അപ്പം അതുകൊണ്ട് തുടർ ഭരണത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ, നാട്ടുകാർക്കും പിന്നെ മറ്റുള്ള അന്യ സ്ഥലത്തുള്ളവർക്ക് വരെ ആഗ്രഹം മോളിയാക്കപ്പിനോട് തന്നെയാണ്.